ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഇന്ന് ഒരു എക്സ്പയറി ഡേ ആണ്. കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ തീരുമാനങ്ങളും ഇസ്രായേൽ ഇറാൻ യുദ്ധവും സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ വിപണിയിൽ നിലനിൽക്കുന്നുണ്ട്. ആഗോള വിപണികളിലും ആഭ്യന്തര വിപണിയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി റേറ്റ് കട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ട്രോളുകൾ നമ്മൾ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കട്ടിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഫെഡ് വരുത്തിയിട്ടില്ല. റേറ്റ് കട്ട് നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ 4.25% to 4.5% എന്നുള്ളൊരു നിലയിലാണ് പലിശ നിരക്ക് നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിന് ശേഷം US ഫെഡിൻ്റെ ഭാഗത്തു നിന്നും പലിശ നിരക്കിൽ കാര്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് US പണപ്പെരുപ്പം നിയന്ത്രണ പരിധി വിട്ടേക്കും എന്നുള്ള ഒരു സൂചനയാണ് ഫെഡിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കണക്കുകൾ GDP കണക്കുകൾ ഇടിയുമെന്നുള്ള ഒരു US ഫെഡിൻ്റെ വ്യക്തമാക്കൽ കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ ഒരു തിരിച്ചടി ആവുകയാണോ എന്നതാണ് ഇപ്പോൾ ഫെഡ് നൽകുന്ന ഒരു സൂചന, അല്ലേ? ജാസ്മിൻ, ഇപ്പോൾ ആദ്യം തന്നെ ജാസ്മിനോടും നമ്മുടെ പ്രേക്ഷകരോടും ഞാനൊരു അപ്പോളജീസ് ചോദിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് തീർച്ചയായിട്ടും എവിടെയോ എല്ലാവരും കൺസെൻസസ് എസ്റ്റിമേറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫെഡ് റേറ്റ് കട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ്. എങ്കിലും എനിക്ക് എവിടെയോ ഒരു തോന്നിയിരുന്നു ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്തേക്കാം. ഞാൻ പറയുകയും ചെയ്തു കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ട്രോള് വരും എന്നുള്ളത്. ട്രോള് വന്നോട്ടെ എന്നുള്ളത്. ഇപ്പോൾ ട്രോള് റിസീവ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനും ഏതാണ്ട് ട്രംപ് പോലെ ആയി. ഇപ്പോൾ ട്രംപും ഞാനും മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ബാക്കി ജെറോം പൗലും നാട്ടുകാരും മറ്റുള്ള അനലിസ്റ്റുകളും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈവൻ അതിൻ്റെ രസം എന്നറിയോ, ട്രംപ് ഇന്നലെ പറയുകയുണ്ടായി, അതായത് ഷുഡ് ഐ മൈസെൽഫ് അപ്പോയിന്റ് മൈസെൽഫ് ആസ് ദ ഫെഡ് ചെയർമാൻ, ഞാൻ തന്നെ അങ്ങോട്ട് പോയി ഇരിക്കണോ ആ സീറ്റിൽ, എന്നിട്ട് ഞാൻ തന്നെ ഇരുന്ന് കട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് അദ്ദേഹം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, മാർക്ക് മോബിയസ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ ഒരു FIIയും കൂടെ കേട്ടോ, അദ്ദേഹത്തിൻ്റെ കമ്പനിയും അതും ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുണ്ടായി, ഒരു ഓൺ എ ലൈറ്റർ വെയിൻ അദ്ദേഹം പറയുണ്ടായി, വേണേൽ ട്രംപ് ഇത് ചെയ്യും. ട്രംപ് വേണമെങ്കിൽ ജെറോം പവലിനെ ഫെഡ് ചെയർമാനെ എടുത്ത് മാറ്റിയിട്ട് ട്രംപ് തന്നെ കാര്യങ്ങൾ നത്തിങ് സ്റ്റോപ്സ് ഹിം ഫ്രം ഡൂയിങ് ഇറ്റ്. കാര്യം ട്രംപിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്നാണ്. ഇതുവരെ ലോകത്താരും ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാൽ ട്രംപ് ആ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ ഒരു പരിധിവരെ ട്രംപും ഞാനും ഒക്കെ തന്നെയാണ് ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് തിരിച്ചടിയായിപ്പോയി. അതുകൊണ്ട് ട്രോള് കിട്ടാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ളത് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞു വയ്ക്കണമെന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ എസ്കലേഷൻ, അതായത് വാർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു രീതിയിലും ഒരു എസ്കലേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരം ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഹൈപ്പർസോണിക് മിസൈൽസ് യൂസ് ചെയ്യുന്നു, സൈബർ വാർഫെയർ യൂസ് ചെയ്യുന്നു, അതായത് വേറെ തലങ്ങളിലേക്ക് വാർ പോകുന്നു എന്നുള്ളത്. ടാർഗറ്റഡ് ആയിട്ട് തുടങ്ങിയ ഒരു അറ്റാക്ക് ഇപ്പോൾ ഒരു ഫുൾ ബ്ലോൺ വാറിലേക്കാണിത് തീരുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് ഈ ഫെഡിൻ്റെ കാര്യം തന്നെയാണ് ഇന്നലെ, അല്ലാതെ നമുക്ക് വേറെ ഒന്നും തന്നെ ഗ്ലോബൽ എക്കണോമിയിലോ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സിലോ നടന്നിട്ടില്ല. ഫെഡിൻ്റെ ഒരു മീറ്റിംഗ് മാത്രം നടന്നു. ആ നടന്ന മീറ്റിംഗിൻ്റെ ഔട്ട്കമും നമുക്കറിയാലോ, ഫെഡ് ഹാസ് കെപ്റ്റ് ദ റേറ്റ്സ് അൺചേഞ്ച്ഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊന്നും വന്നില്ല. ബട്ട് ഒരു കാര്യം മാത്രം, നമ്മൾ പണ്ട് പ്രഡിക്റ്റ് ചെയ്ത കാര്യം കറക്റ്റ് ആവുന്നു എന്നുള്ളതാണ് കാര്യം. ഫെഡ് ഒരു എന്താ പറയുക, ഒരു എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത് 2025 2 റേറ്റ് കട്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ ടാരിഫിൻ്റെ സമയത്തും നമ്മൾ ഇതേപോലെ ഒരു ഗസ് നടത്തിയിരുന്നു. ആ ഗസ് ഓക്കെ ആക്കി എന്നുള്ളതിൽ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. കാര്യം നമ്മൾ പറഞ്ഞിരുന്നു US റിസഷനിലേക്കും പോകില്ല, അത് മാത്രമല്ല ഈ കൊല്ലം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും നമ്മൾ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതാണ്ട് അത് സാധൂകരിക്കുന്ന രീതിയിൽ ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫെഡിൻ്റെ സ്റ്റേറ്റ്മെന്റുകളിലും പ്രസ് കോൺഫറൻസിലും നമുക്ക് മനസ്സിലാവുന്നത് 2025 2 റേറ്റ് കട്ടും അതുകൂടാതെ 2026 ഒരു റേറ്റ് കട്ടും കൂടി വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ഫെഡ് മീറ്റിംഗിൽ ഒരു ഫെഡ് പോളിസിക്ക് ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ പോലും US ഈസ് എൻട്രിങ് ഇൻ ടു എ ഫേസ് ഓർ ആൻ ഇറ ഓഫ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇനി അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ വാൾ സ്ട്രീറ്റിനെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് അത് എൻഡ് ചെയ്തതെന്നുള്ള കാര്യം. നത്തിങ് ടു ടേക്ക് അവേ ഫ്രം FOMC മീറ്റിംഗിൽ നിന്ന് ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ എടുക്കാനില്ല. ഇറ്റ് പ്ലേഡ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റ്. എന്താണോ എല്ലാവരും വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ നടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അനക്കോ ചലനോ ഒന്നും US മാർക്കറ്റിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എപ്പോഴും നോക്കാറുള്ള US വോളറ്റിലിറ്റി ഇൻഡെക്സ്, അതായത് CBOE, ഇന്നലെ ഏതാണ്ട് 7% ഡൗൺ ആണ്, 7% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിലെ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ CBOE ഡൗൺ ആയിരുന്നു 7%. അത് കൂടാതെ തന്നെ 10-year ബോണ്ട് ഈൽഡ് അധികം ചേഞ്ച് വരാതെ തന്നെ നിലനിൽക്കുന്നു.
ഡോളർ ഇൻഡെക്സ് പക്ഷേ 99 ബ്രേക്ക് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൂഡ് ഏതാണ്ട് കയറി 76 പെർ ബാരൽ, $76 പെർ ബാരൽ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നു. ഇങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റിന്റെ ഒരു ഹാൻഡ് ഓവർ ഇന്ത്യയിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ടേക്ക് അവേ ഫ്രം US മാർക്കറ്റ് ആസ് ഫാർ ആസ് ഇന്ത്യൻ മാർക്കറ്റ്സ് ഓപ്പണിംഗ് ഇസ് കൺസേൺഡ് എന്നുള്ള. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് US മാർക്കറ്റ് ഹോളിഡേ ആണ്, തേഴ്സ്ഡേ. കാര്യം വെച്ചാൽ അവിടുത്തെ US സ്റ്റോക്ക് മാർക്കറ്റും US ട്രഷറിയും, അതായത് ബോണ്ട് ഈൽഡിനും വലിയ ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. അവിടെ ഒരു ഹോളിഡേ പ്രമാണിച്ച് ഇന്ന് രണ്ടും ക്ലോസ്ഡ് ആണ് എന്നുള്ളതാണ്. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇപ്പോഴും ലൂമിംഗ് ലാർജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ആ കോൺഫ്ലിക്റ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആദ്യത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ പേടിച്ചിരുന്ന ഒരു കാര്യം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്ത് ഓയിൽ പ്രൈസ് വരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ അതിനുള്ളൊരു എന്താ പറയുക, ഒരു ആശങ്ക അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമി ഉറ്റുനോക്കുന്ന ഒരു കാര്യം US ഈ വാറിൽ ഇടപെടുവോ എന്നുള്ളതാണ്. ഇടപെടുമെങ്കിൽ എപ്പോൾ ഇടപെടും, എങ്ങനെ ഇടപെടും, ഏത് തലത്തിൽ വരെ ഇടപെടും എന്നുള്ളതാണ്. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും USന്റെ മിലിറ്ററി അസറ്റ്സ് അല്ലെങ്കിൽ ഡിഫൻസ് അസറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ഏരിയകളിൽ തന്നെ ചുറ്റുമുണ്ട്. എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള ഷിപ്സ് ആണെങ്കിലും ശരി, മറ്റുള്ള ട്രൂപ്സിന്റെ കാര്യങ്ങളാണെങ്കിലും ശരി അവിടെയുണ്ട്. അത് മാത്രമല്ല ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, ഞാൻ എപ്പോൾ ഇടപെടില്ല എന്നുള്ളത് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്ന് അദ്ദേഹം അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രംപിന്റെ എന്താണ് മൂവ്മെന്റ് എന്നുള്ളതാണ് വേൾഡ് ഒറ്റുനോക്കുന്നത്. അതുവരെ മാർക്കറ്റിൽ US-ലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വലിയ ചലനങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു സൈഡിൽ കൂടി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഈ പറഞ്ഞ പോലെ ഇറാൻ ഈസ് ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ദേ ഹാവ് റീച്ച്ഡ് ഔട്ട് ടു മീ, എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഒരു സൈഡിൽ. രണ്ടാമത്തെ സ്ഥലത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇടപെടാമെന്നും പറയുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇറാൻ എന്ന കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചത്താലും ശരി US-ന്റെ വാതിലിൽ മുട്ടൂല എന്നും പറയുന്നുണ്ട്. അപ്പം ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഹാർഷാണ്. ബട്ട് ഇപ്പോഴും നമുക്ക് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം നമ്മൾ 2 ദിവസമായിട്ട് പറയുന്നു, ഈ പറയുന്ന ത്രെട്ട് ഇനി എന്താണ് വലിയ ത്രെട്ട് വരണ്ടേന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ടാരിഫ് വന്നു, ഒരുപാട് യുദ്ധങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസായിട്ട്, ഇസ്രായേലും ഇറാനായിട്ടായി, ഇസ്രായേലും ചെറിയ ചെറിയ നെയ്ബറിംഗ് മിഡിൽ ഈസ്റ്റ് കൺട്രീസുമായി, യുക്രൈനും റഷ്യയുമായിട്ടായി, ഇന്ത്യയും പാകിസ്ഥാനും കോൺഫ്ലിക്റ്റായി, ട്രംപിന്റെ ടാരിഫ് ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നു. ഏതാണ്ട് ജൂലൈ 9 കൂടിയാണ് മൊറട്ടോറിയം 90 ഡേയ്സ് തീരുന്നത്. ഇത്രയും നെഗറ്റീവ് വന്നിട്ട് പോലും വേണ്ട രീതിയിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തില്ല. അതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, കറക്റ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാര്യം പ്രേക്ഷകർക്കും നമുക്കൊക്കെ മാർക്കറ്റിൽ ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെന്നുള്ള. ബട്ട് ഇതൊക്കെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ പ്രത്യേകതയൊന്നും മാർക്കറ്റിൽ നടക്കുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഡ്രിഫ്റ്റിംഗ് ലോവർ ആൻഡ് കൺസോളിഡേറ്റിംഗ് അറ്റ് ലോവർ ലെവൽസ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ മാർക്കറ്റ് തുടങ്ങിയോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ രാവിലെ എഴുതി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ സെറ്റപ്പ് നോക്കുമ്പോൾ ഒരു അപ്വേർഡ് മുകളിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ 24,982 ലോവർ ലെവലിലെ ഒരു സപ്പോർട്ട് 24,473. ഏതാണ്ട് ഇന്നലത്തെ പോലത്തെ പ്ലേ ബുക്ക് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നും കാണുന്നത് എന്നുള്ള. അപ്പോൾ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വലുതായിട്ടൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല. ഇറ്റ് ഈസ് മോർ ഓർ ലെസ് എ സ്റ്റേറ്റസ് കോ. എന്താണോ 2 ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലാതെ വേറെ ഒന്നുമില്ലാന്ന്. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചില കാര്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഒരു 3 ആർട്ടിക്കിൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നമുക്ക് മാർക്കറ്റിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ, ഈ ഓപ്പണിംഗ് ഹൗസിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയണമെന്നായിരിക്കുന്നു. ഒന്നും പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്ന ആർട്ടിക്കിളാണ്. ഈ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്ന ആർട്ടിക്കിൾ എന്ന് അതിന്റെ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ അതിൽ അവർ മെൻഷൻ ചെയ്യുന്നത് ഈ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്കണോമിക് ടൈംസ്, ബിസിനസ് ലൈൻ, ബിസിനസ് സ്റ്റാൻഡേർഡ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് അല്ലെങ്കിൽ ലൈവ് മിന്റ്, ഇങ്ങനെ കുറേ പത്രങ്ങളുള്ളതിൽ ഇച്ചിരി കൺസർവേറ്റീവ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മാഗസീനാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. അവരുടെ ആർട്ടിക്കിൾസ് ഒക്കെ വളരെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ആർഡൻ ഫാനാണ് ഞാൻ. അപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് എനിക്ക് എന്നും കിട്ടണം എന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡിൽ തന്നെ ഉള്ള ഒരു ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ അതിൽ അവരൊരു റിസർച്ച് പ്രകാരം, അവരൊരു ഇന്റേണൽ ഇൻ ഹൗസ് റിസർച്ച് പ്രകാരം അവർ പറയുന്നത് വെച്ചാൽ കോർപ്പറേറ്റ് സെക്ടർ ഉണ്ടല്ലോ, അതായത് കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ഗ്രോത്ത് ബ്രോഡർ എക്കണോമിയുടെ ഗ്രോത്തിനെ ലാഗ് ചെയ്യുന്നു. അതായത് കൺട്രിയുടെ ബ്രോഡർ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടല്ലോ അതിൻ്റെ താഴെയാണ് ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ഗ്രോത്ത്. അതായത് എക്കണോമി ഗ്രോ ചെയ്യുന്ന അതേ പേസിൽ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. അതായത് എസ്പെഷ്യലി അവർ പറയുന്നത് ടോപ്പ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഗ്രോത്ത് ഇന്ത്യയുടെ നോമിനൽ GDPയുടെ ഗ്രോത്തിനെക്കാട്ടിലും കുറഞ്ഞാണ് ഗ്രോ ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ അതിനവർ എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ 1000 കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അവർ തന്നെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ റിസർച്ച് ചെയ്യുന്നത്. കാര്യം എന്തെങ്കിലും ഒരു ബേസോ അടിസ്ഥാനത്തിലല്ലേ അവർക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1000 കമ്പനീസ് അവർ എടുത്തേക്കണമെന്ന് വെച്ചാൽ BSEയുടെ 72% ലിസ്റ്റഡ് കമ്പനീസാണ് ഈ BS1000 വരുന്നത്. ടോട്ടൽ ഏതാണ്ട് 325 ട്രില്യൺ
325 ലക്ഷം കോടി വരുന്ന മാർക്കറ്റ് ക്യാപ്പാണ് ഈ 1000 കമ്പനീസിന്റെ ടോട്ടൽ അഗ്രിഗേറ്റ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് 72% ഓഫ് ഓൾ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും അല്ല. ആ BS1000 ലിസ്റ്റിൽ അവർ പറയുന്നത് വെച്ചാൽ FY 24-25 ഈ കഴിഞ്ഞ കൊല്ലത്തിൽ ഈ കമ്പനികളുടെ റവന്യൂ ഗ്രോത്ത് വെറും 6.4% ആണ്. എന്നാൽ ഇന്ത്യയുടെ GDP ലെവലല്ല, GDP ഗ്രോത്ത് 9.8% ആണ്. അതായത് 9.8% രാജ്യം ഗ്രോ ചെയ്തപ്പോൾ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് 6.4% മാത്രമേ 24 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രോ ചെയ്തുള്ളൂ എന്നാണ്. ഇതിന്റെ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ അവർ അതിന് ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. 2023-24 റവന്യൂ ഗ്രോത്ത്, കമ്പനീസിന്റെ റവന്യൂ ഗ്രോത്ത് വെറും 5.2% ഗ്രോ ചെയ്തപ്പം GDP 12% ഗ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്ന ഇയേഴ്സിൽ, അതായത് അവരൊരു കമ്പാരിസണും കൂടെ അവർ കൊടുക്കുകയാണെങ്കിൽ 2021 22-ലൊക്കെ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ഗ്രൂ മച്ച് ബിഗർ ദാൻ ദ GDP ഗ്രോത്ത്. എന്നാൽ 2024 മുതൽ ഇത് നേരെ റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് കണ്ടിന്യൂസ് ഡിക്ലൈൻ ഇൻ ദ മാർക്കറ്റ് ഷെയർ ഓഫ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി. അതായത് കോർപ്പറേറ്റ് എൻറ്റിറ്റി, ലിസ്റ്റഡ് കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ കോൺട്രിബ്യൂഷൻ, GDP-യിലുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവരൊരു കണക്കനുസരിച്ച് FY 25 നോമിനൽ GDP-യുടെ 40.3% ആണ് ഈ പറഞ്ഞ പോലെ BS1000 കമ്പനീസ്. BS1000 കമ്പനീസിന്റെ ഷെയർ ടു ദ ഇന്ത്യൻ എക്കണോമി ഈസ് 40.3% എന്നാണ് FY 25. ഇത് FY 22 44.2 ആയിരുന്നു. അതായത് 44.2-ൽ നിന്ന് 40% ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. 2014 ഇത് എത്രയായിരുന്നു അറിയോ? 56%. അപ്പോൾ GDP-യുടെ കോൺട്രിബ്യൂഷൻ കോർപ്പറേറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിന്റെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ആ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ സ്റ്റഡി കേട്ടോ, അവരുടെ ബേസിസ് ഉള്ള സ്റ്റഡി അതാണ്. അത് ഒരു സൈഡിൽ തന്നെ നിലനിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വേറൊരു സ്റ്റഡി വരുന്നു എന്നുള്ളത്. ഈ സ്റ്റഡി എന്ന് പറയുന്നത് 361 എന്ന് പറഞ്ഞൊരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അവരുടെ റിസർച്ചും വളരെ നല്ലതാട്ടോ. ഇത് പത്രമാണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണല്ലോ. ഈ 361 പറയുന്നത് വേറൊരു ആംഗിളിലാണ്. അതായത് ഇതിനെക്കുറിച്ചേ അല്ല. 361 പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ടോപ്പ് 2000 റിച്ചസ്റ്റ് പേഴ്സൺസ് ആണ് ഏതാണ്ട് 100 ട്രില്യണിൻ്റെ വെൽത്ത് അവർ കൺട്രോൾ ചെയ്യണമെന്ന്. 100 ലക്ഷം കോടിയുടെ വെൽത്താണ് ഇന്ത്യയുടെ ടോപ്പ് 2000 റിച്ചസ്റ്റ് പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതിൻ്റെ ഒരു ബ്രേക്കപ്പ്, അതായത് ഈ പറയുന്ന 100 ട്രില്യൻ്റെ ഒരു ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ 2000 റിച്ചസ്റ്റ് പേഴ്സൻ്റെ നോക്കുകയാണെങ്കിൽ 93% ഓഫ് അവർ വെൽത്തും അവരുടെ ലിസ്റ്റഡ് സ്റ്റോക്സിൽ ഉണ്ടായിരുന്ന ഇക്വിറ്റി സ്റ്റേക്കിൻ്റെ വാല്യുവേഷൻ ഹയർ ആയത് കാരണമാണെന്നാണ്. അതായത് ആ 93% ലിസ്റ്റഡ് കമ്പനീസ്, അവർ ചിലപ്പോൾ ഒരു പ്രൊമോട്ടറായിട്ടോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററായിട്ടോ ആയിരിക്കാം ഈ ലിസ്റ്റഡ് കമ്പനീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ബട്ട് ആ പാർട്ട് ഓഫ് ദെയർ വെൽത്താണ് 93% ഓഫ് ദിസ് 100 ട്രില്യൺ റുപ്പീസ് എന്ന് പറയുന്നത്. അത് വളരെ എൻകറേജിങ് ആണ്. കാര്യം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് ദ കേസ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യൻ ഇക്വിറ്റീസ് അല്ലെങ്കിൽ ദ കേസ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് ഗ്ലോബലി നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താ? അവിടെയാണ് ഏറ്റവും വലിയ വെൽത്ത് ക്രിയേഷൻ വരുന്നത്. നമ്മൾ ലോകത്തിലെ ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ എടുക്കുക. ഈ ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഇപ്പോൾ NVIDIA-യുടെ ചെയർമാൻ ആയാലും ശരി, മാർക്ക് സുക്കർബർഗ് ആയാലും ശരി, ലാരി എലിസൺ ആയാലും ശരി, ബിൽ ഗേറ്റ്സ് ആണെങ്കിലും ശരി, ബെർക്ഷയർ ഹാത്തവേയിലെ നമ്മുടെ എന്താ പറയുക വാറൻ ബഫെ ആണെങ്കിലും ശരി, ഇവരുടെയൊക്കെ വെൽത്ത് ഗ്രോ ചെയ്തത് എങ്ങനെയാണ്? അവരുടെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ കയറിയോണ്ടാണ്. അതായത് ദേ ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഓൺ എർത്ത് ബൈ വിർച്യൂ ഓഫ് ദെയർ സ്റ്റോക്ക് മാർക്കറ്റ് ഹോൾഡിങ്സ്, നോട്ട് ബിക്കോസ് ദേ ഹോൾഡ് എ ലോട്ട് ഓഫ് ലാൻഡ്സ്. ഒരുപാട് ലാൻഡ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഗോൾഡ് ഉള്ളതുകൊണ്ടോ ഒരുപാട് ഫിക്സഡ് ഡെപ്പോസിറ്റോ ഉള്ളതുകൊണ്ടല്ല നിങ്ങൾ റിച്ചസ്റ്റ് പേഴ്സണിലേക്ക് വന്നത്. നിങ്ങൾ ഫിസിക്കൽ അസറ്റ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആയ ഫിക്സഡ് ഡെപ്പോസിറ്റ് മേടിച്ചിട്ടോ ബോണ്ട് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ETF മേടിച്ചിട്ടോ ഒന്നുമല്ല, ട്രേഡ് ചെയ്തിട്ടൊന്നുമല്ല. അവരുടെ വാല്യുവേഷൻ, ദേ വെയർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദെയർ ഓൺ കമ്പനി. അവരവരുടെ ഷെയർ ഹോൾഡിംഗ് ആ കമ്പനിയിലുള്ള ആ ഗ്രോത്തിലാണ് അവർ റിച്ചസ്റ്റ് പേഴ്സൺ ആയി എന്നുള്ള. അപ്പോൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് വൈ ദിസ് ഈസ് ദ ബെസ്റ്റ് അസറ്റ് ക്ലാസ് ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ വെൽത്ത് ക്രിയേഷൻ ആയിട്ടുള്ള അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലിസ്റ്റഡ് എൻറ്റിറ്റി, അതായത് ബിസിനസ്സുകളുടെ വാല്യുവേഷൻ ആണെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു സാധാരണക്കാരെ നോക്കിയാൽ നമ്മൾ അസറ്റ് അലോക്കേഷനിൽ 80% ഓഫ് 90% ഓഫ് മണി നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് വെറും ചെറിയൊരു പൈസയാണ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് വന്നേക്കണമെന്നുള്ളത്. അവരുടെ ഏറ്റവും വലിയ ഇപ്പോൾ 361 സ്റ്റഡിയിൽ എത്രയാണ് പറഞ്ഞത്? അവരുടെ ടോട്ടൽ വെൽത്തിൻ്റെ 93% കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ലിസ്റ്റഡ് കമ്പനീസ് ആണെന്നാണ്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ റിച്ചസ്റ്റ് പേഴ്സണും എടുത്തു നോക്കൂ, അവരുടെ ഏറ്റവും കൂടുതൽ പൈസ അവർ
അവരുണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റഡ് കമ്പനീസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്നാണ്. ചിലപ്പോൾ അവർ തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ അവർ കോ പാർട്ണർ ആയിരിക്കാം, അവർ വെറും ഇൻവെസ്റ്റർ ആയിരിക്കാം. ഇപ്പോൾ വാറൻ ബഫെ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നല്ലോ പല കമ്പനികളുടെയും. സിറ്റി ബാങ്ക്, കൊക്കക്കോള, റിഗ്ലീസ് ചൂയിങ് കം, ഇങ്ങനെയുള്ള കമ്പനികൾ, ഈവൻ ആപ്പിളിൽ പോലും, ആപ്പിളിൻ്റെ പ്രൊമോട്ടർ അദ്ദേഹമല്ല, അദ്ദേഹം വെറും ഒരു ഷെയർ ഹോൾഡറാണ്. അപ്പം നമ്മളെ എന്ത് സ്റ്റോപ്പ് ചെയ്യുന്നു ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു ചോദ്യം. ഇതൊരു എൻകറേജിങ് ആയിട്ടുള്ള ന്യൂസ് മാത്രമായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇക്വിറ്റി ഡൈല്യൂഷൻ ഈസ് ബാഡ് ഫോർ ദി എക്കണോമി. അതായത് ഇക്വിറ്റി ഡൈല്യൂഷൻ വരുമ്പോൾ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ കുറയുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനി 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആദ്യം അതിന് 10 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തിയറട്ടിക്കലി എവറി വൺ ഈസ് ഇൻടൈറ്റിൽഡ് ടു 10 rupees അല്ലേ. അതായത് 10 ഷെയർ ഹോൾഡേഴ്സിനും 100 രൂപയുടെ 10 രൂപ വെച്ച് കിട്ടണം. ഈ 10 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള സ്ഥലത്ത് 100 ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുമ്പോഴോ കമ്പനിയുടെ പ്രോഫിറ്റ് 100 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു അല്ലേ. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 10-ൽ നിന്ന് 100 ആവുന്നു. അപ്പോൾ 100 രൂപ പ്രോഫിറ്റ് 100 ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് 1 രൂപ വെച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ഷെയർ ഹോൾഡർ ഇൻക്രീസ് ചെയ്യുന്നത് നെഗറ്റീവാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഇതൊരു റൂൾ ബുക്കൊന്നുമല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ റൈറ്റ്സ് ഇഷ്യൂവും അല്ലെങ്കിൽ മറ്റുള്ള ഇക്വിറ്റി ഡൈല്യൂഷൻ ആക്ടിവിറ്റീസിനും എതിരായത് അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത് കമ്പനീസ് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ എടുത്ത് ആ ക്യാഷ് ഫ്ലോ തിരിച്ച് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഗ്രോ ചെയ്യാൻ. അല്ലാണ്ട് ഇക്വിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് മൈനാണ്, അതിനെ ഡൈല്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനേജബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് എടുത്ത് കൺട്രോൾഡ് ആയിട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലാണ്ട് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് ഈവൻ ദെൻ അതൊരു ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി മാത്രമാണ്, ഇതൊരു കാർഡിനൽ റൂൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വെക്കണമെന്നറിയോ. ഇപ്പോൾ അടുത്ത കാലത്ത് 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നതാണ്, അതായത് ലാരി എലിസൺ എന്ന് പറഞ്ഞാൽ ഒറാക്കിളിൻ്റെ ലാരി എലിസൺ ഹാസ് ബിക്കം ദ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, സർപ്പാസിംഗ് മാർക്ക് സുക്കർബർഗ് ഓഫ് ഫേസ്ബുക്ക് ആൻഡ് ജെഫ് ബെസോസ് ഓഫ് ആമസോൺ. എങ്ങനെയാണ് അദ്ദേഹം ആയതെന്നറിയോ? അതായത് അദ്ദേഹം ഈ ലാരി എലിസൺ 2011 അദ്ദേഹത്തിന് ഒറാക്കിളിൽ ഉണ്ടായിരുന്ന സ്റ്റേക്ക് എത്രയെന്നറിയോ? 27%. 27% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $24 ബില്യൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാല്യൂ 2011. ഇന്ന് അത് 27% എന്നുള്ളത് ഉയർന്ന് 41%. ഈ ഉയർച്ച കാരണമാണ് അദ്ദേഹത്തിൻ്റെ വെൽത്ത് 2011 24 ബില്യൺ ആയിരുന്നത് ഇന്ന് 234 ബില്യണായിട്ട് ഉയർന്നു. മനസ്സിലായില്ലേ? ഇയാളുടെ ഷെയർ ഹോൾഡിങ്ങും ഇൻക്രീസ് ചെയ്തു, അതിനനുസരിച്ച് അയാളുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദാറ്റ് മെയ്ഡ് ഹിം ടു ഫീച്ചർ ഇൻ ദ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ കാറ്റഗറി ഇൻ ദ വേൾഡ് എന്നുള്ള. അതിനെന്താ സംഭവിച്ചതെന്നറിയോ? അതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ 2011 മുതൽ ഈ ഒറാക്കിൾ ഉണ്ടല്ലോ, അവരുടെ തന്നെ ഷെയർസ് ബൈബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈബാക്ക് ചെയ്ത് $5 ബില്യൺ ആയിരുന്നതിനെ കുറച്ച് $3 ബില്യൺ ആക്കി കുറച്ചു. അപ്പോൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മളിൽ ഓരോരുത്തരുടെ ഷെയർ ഹോൾഡിങ്ങും കൂടി. അതിൻ്റെ കൂടെ ലാരി എലിസൻ്റെ ഷെയർ ഹോൾഡിങ്ങും കൂടിയത് കാരണം അയാൾ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആയി. അപ്പോൾ ഞാൻ 2 കഥകളാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് നമ്മൾ ഇക്വിറ്റി ഡൈല്യൂഷൻ്റെ സ്റ്റോറി, ഇപ്പുറത്തെ സൈഡിൽ ഇക്വിറ്റി റിഡക്ഷൻ്റെ സ്റ്റോറി എന്നുള്ള. അപ്പോൾ ഇക്വിറ്റി റിഡക്ഷൻ എങ്ങനെയാണ് നമ്മുടെ വെൽത്ത് പ്രൊപ്പൽ ചെയ്യണമെന്നുള്ള ഇന്ത്യൻ രീതിയിൽ നമ്മൾ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിച്ച ഒരു സ്റ്റോക്ക് ഉണ്ട്, ടിപ്സ് ഇൻഡസ്ട്രീസ്. ഈ ടിപ്സ് ഇൻഡസ്ട്രീസ് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കണക്കാക്കരുത്. ഈ ടിപ്സ് ഇൻഡസ്ട്രീസും ഇതേപോലെ ബൈബാക്ക് ചെയ്ത് അവരുടെ ഇക്വിറ്റി ബേസ് കുറച്ച് വരുന്ന കമ്പനിയാണ്. അതായത് അവരുടെ മെയിൻ പരിപാടി എന്നറിയോ? അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ട്, റവന്യൂ ഗ്രോത്തും ഉണ്ട്, അതിൻ്റെ കൂടെ ഇക്വിറ്റി റിഡക്ഷനും ഉണ്ട്. ഇതെന്ന് പറയുന്നത് മാസീവ് EPS ഗ്രോത്തിന് ഒരു കാരണമാവുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു, ഡിവിഡൻഡ്. ഈ ഡിവിഡൻഡിനെ സംബന്ധിച്ച് നമുക്കൊരു രസമുള്ള കാര്യം വെച്ചാൽ ഓരോ കോർപ്പറേറ്റ് ആക്ഷൻസിനെ നമ്മൾ ജനങ്ങൾ പോസിറ്റീവായിട്ട് കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്ന് അറിയിക്കണം എന്നേ ഉള്ളൂ. ഡിവിഡൻഡ് ഒട്ടും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വേദാന്ത ആദ്യമായിട്ട് ഇന്നലെ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണെന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ₹7 per share. നമ്മളെല്ലാവരും ഹാപ്പി. 1000 ഷെയർസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് 7000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്ന് വീഴും. സന്തോഷമുള്ളൊരു കാര്യം. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ വേറൊരു വശം കേട്ടോ. ഇതെല്ലാം നല്ല കാര്യം. ഡിവിഡൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ മണിയായിട്ട് വല്ലപ്പോഴും കമ്പനി തരുന്ന ഒരു ഗിഫ്റ്റ് പോലെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വേറൊരു ആംഗിളിൽ കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഈ ഡിവിഡൻഡ് എല്ലാ ഷെയർ ഹോൾഡർ, അതായത് 100% ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് വേദാന്തൻ്റെ പ്രൊമോട്ടേഴ്സിനുണ്ട്, പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ട്, നമ്മളെപ്പോലത്തെ സാധാരണ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാനായിട്ട് ഡിവിഡൻഡ് വേണമല്ലോ. ആ ഡിവിഡൻഡിനുള്ള പൈസ എവിടെ നിന്ന് എടുക്കണേ? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുക്കണേ. എത്ര രൂപയാണ് അവർ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുക്കണമെന്ന് അറിയോ? 2700 കോടി രൂപ എടുത്തിട്ടാണ് എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. നമുക്ക് കിട്ടിയതോ ഒരു ഷെയറിന് 7 രൂപ. പ്രൊമോട്ടറിന് കിട്ടിയത് എത്രയെന്നറിയോ?
ഈ 2700 കോടിയിൽ 1540 കോടിയും പ്രൊമോട്ടറാണ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ ഡിവിഡൻഡ് വാസ് ആൻ ഇൻഡയറക്റ്റ് വേ ഓഫ് ട്രാൻസ്ഫറിങ് ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷിന് അതിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ പ്രൊമോട്ടറിലേക്ക് പോയി. നമുക്കെല്ലാവർക്കും അതിൻ്റെ ചെറിയൊരു പീസ്, ഒരു ബിസ്ക്കറ്റ് കിട്ടി എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. അതേസമയം ആ ക്യാഷ് അവിടെ ഇരുന്നിട്ട്, ഞാൻ എപ്പോഴും ഈ ഡിവിഡൻഡിനെ വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രീതി ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, കമ്പനി AGM-നൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, എന്തിനാണ് നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ലാർജസ്റ്റ് ഷെയർ ഹോൾഡറാണ്. ഇന്ത്യൻ കമ്പനികളിലെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് എന്നും പ്രൊമോട്ടർ തന്നെയാണ്. അപ്പോൾ പ്രൊമോട്ടർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന പൈസ അവരിലേക്ക് വരാനായിട്ടാണ് ഡിവിഡൻഡ് തരുന്നത്. അതിൻ്റെ ഒരു ചെറിയ പൈസ കമ്മീഷനായിട്ട് നമുക്ക് തരുന്നു എന്നുള്ളൂ. ഇപ്പം ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, വലിയ വാല്യൂ ഇൻവെസ്റ്റേഴ്സൊക്കെ ചെന്ന് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ഡിവിഡൻഡേ വേണ്ട, നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ വേദാന്തയുടെ കേസാണെങ്കിൽ 2700 കോടി രൂപ എടുത്തിട്ട് നിങ്ങൾ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് ആ ഡിവിഡൻഡിൻ്റെ ഈൽഡിനെക്കാട്ടിലുള്ള റിട്ടേൺ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ കമ്പനിയിൽ തന്നെ പ്രോഫിറ്റായിട്ട് വരും. ആ പ്രോഫിറ്റ് വരുമ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ വാല്യുവേഷൻ കൂടും. പ്രൈസ് ഡിസ്കവറി മെക്കാനിസം വിൽ ഇൻക്രീസ് അവർ വാല്യുവേഷൻ ഇൻ മാർക്കറ്റ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് us മച്ച് മോർ റിച്ചർ. അതായത് അവിടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. ഡിവിഡൻഡ് എന്ന് പറയുന്നത് മണിയാണ്. വെൽത്തും മണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വെൽത്ത് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിട്ട് പോകും. മണി എന്ന് പറയുന്നത് ഈ ഡിവിഡൻഡ് നമ്മൾ കിട്ടി നമ്മൾ പോയി ഷർട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ മേടിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കാനാണ് ഞാൻ വേദാന്തയുടെ പറഞ്ഞപ്പോൾ 2700 കോടി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തിട്ട് 1544 കോടിയും പ്രൊമോട്ടറിന് തന്നെ കിട്ടുകയാണെന്നുള്ളതാണ് ഡിവിഡൻഡിന്റെ വേറൊരു വശം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഡിവിഡൻഡ് ഒരു പോക്കറ്റ് മണി കിട്ടുന്നത് സന്തോഷമാക്കുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഇത് രണ്ട് വശമുണ്ട്. ആര് ശരി ആര് തെറ്റെന്നല്ല, രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏതൊരു വാർത്തയുടെയും ഒരു 360 ഡിഗ്രി ലെവലിലുള്ള ഒരു അനാലിസിസ് തന്നെയാണ് നമ്മുടെ ഈ ഓപ്പണിംഗ് അവറിനെ ഒരു വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഡിവിഡൻഡിന്റെ രണ്ട് തലങ്ങൾ, ഒരു സെയിം കോയിന്റെ രണ്ട് വശങ്ങൾ തീർച്ചയായിട്ടും നിക്ഷേപകരും അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പണിംഗ് അവറിന്റെ പ്രേക്ഷകരും അറിഞ്ഞിരിക്കണം. ഓക്കെ സൂരജ് സർ, നമ്മൾ പല ക്വയറീസും അഡ്രസ്സ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ സ്റ്റോക്കുകളെയൊക്കെ കഴിഞ്ഞും അതിനപ്പുറത്തേക്ക് കോർപ്പറേറ്റ് ആക്ഷൻസിനെ കുറിച്ച് വലിയ രീതിയിലുള്ള കമൻസും വരാറുണ്ട്. പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ചെറിയ കാര്യം പോലും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് സാർ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു ക്വയറി എന്ന് പറയുന്നത് മിസ്റ്റർ എബി ആണ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഇഷ്യൂവിനെ കുറിച്ച്. ജാസ്മിൻ, ഈ റൈറ്റ്സ് ഇഷ്യൂ ഇന്ന് അത് സംസാരിക്കാൻ പറ്റിയ ദിവസം തന്നെ. കാര്യം നമ്മളെല്ലാം കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് സംസാരിച്ചത്. മാർക്കറ്റിൽ വേറെ മാർക്കറ്റ് ഡൈനാമിക്സ് ഒന്നും സംസാരിക്കാനില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം തന്നെ. ഈ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഈ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ് ടു റേസ് ഫണ്ട്സ്. അതായത് കമ്പനിക്ക് ഒരു ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമ്മളൊരു ഫണ്ട് റേസിങ്, എന്തുകൊണ്ട് നമ്മൾ ഇക്വിറ്റി റേസ് ചെയ്യണം, അതാണ് ആദ്യത്തെ ചോദ്യം. ഇക്വിറ്റി റേസ് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മളൊരു എക്സ്പാൻഷൻ പ്രോജക്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വയ്ക്കുക. കാര്യം കമ്പനിക്ക് എന്തിനാണ് ഫണ്ട് വേണ്ടത്? ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പാൻഷൻ, ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ ഒരു അക്യൂസിഷൻ, ഏതെങ്കിലും ഒരു പുതിയ കമ്പനി എടുക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഡെപ്റ്റ് ഉണ്ട്, നമുക്ക് ആ ഡെപ്റ്റ് കുറയ്ക്കണം. 4 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് കുറച്ച് ഫണ്ട് വേണം. ഈ വക 3-4 കാര്യങ്ങൾക്കാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. പക്ഷേ ഫണ്ട് റേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലോ, ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ലോൺ എടുക്കുകയാണെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് മാസം തോറും അടച്ചുകൊണ്ടിരിക്കണം. 12%, 13%, 14%. അത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഇൻട്രസ്റ്റ് റേറ്റ്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കോസ്റ്റ്ലിയാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ബാങ്ക് ഫണ്ട്സ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺ ഈസ് കോസ്റ്റ്ലി. ചീപ്പായിട്ട് നമുക്ക് ലോൺ എങ്ങനെ കിട്ടും? നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുക, അതായത് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ചീപ്പസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് റൈറ്റ്സ് ഇഷ്യൂ. ഈ പല എക്സ്റ്റേണൽ ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഈ പറയുന്ന പോലെ എന്താണ് ഈ നമ്മൾ വാറണ്ട് ഇഷ്യൂ ചെയ്ത് ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, വാറണ്ട്, NCD ഇതൊക്കെ പറയില്ല. അതായത് അത് കൺവേർട്ട് ചെയ്ത് ഷെയർ ആക്കുക എന്നൊക്കെ പറയില്ലേ. അതേപോലെ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ. അതായത് കമ്പനിക്ക് ആവശ്യമുള്ള കാശ് കിട്ടും, എന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ആക്ഷനും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ റൈറ്റ്സ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ, നമ്മളൊരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിക്കുക ഒരു കമ്പനിയുടെ. ആ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ അവർ റൈറ്റ്സ് ഇഷ്യൂ വരുന്നു. ആ റൈറ്റ്സ് ഇഷ്യൂ വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മളൊരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആണല്ലോ, വി ഗെറ്റ് എ റൈറ്റ് ടു ബൈ ദാറ്റ് ഷെയർസ്. അതായത് പുതിയതായിട്ട് കുറച്ച് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത് കമ്പനി. അപ്പം നമുക്കൊരു റൈറ്റ് കിട്ടും. എന്ത് റൈറ്റ്? ആ ഷെയർസിനെ ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഫണ്ട് കിട്ടും. ഒരു ഷെയർ ഹോൾഡർ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് എന്താ, നമ്മുടെ കമ്പനിയുടെ തന്നെ ഷെയർ
നമ്മൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് കൂടുതൽ ഷെയർസ് മേടിക്കാൻ പറ്റും. മാർക്കറ്റിൽ പോയി മേടിച്ചാൽ അത് കോസ്റ്റ്ലി ആണെന്നുള്ളത്. ഇതാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ടു റേസ് ഫണ്ട്സ് വെയർ ബൈ both parties, both the shareholders as well as the companies benefited എന്നുള്ള രീതിയിലാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കി. ഇപ്പോൾ നമുക്കൊരു കമ്പനി എടുക്കുക, റിലയൻസിന്റെ മാർക്കറ്റ് പ്രൈസ് 2500 ആണെന്ന് വിചാരിക്കുക, 2500 ആണെന്ന് വിചാരിക്കുക, 2500 അല്ല മാർക്കറ്റിൽ 2500 ആണെന്ന് വിചാരിക്കുക. റിലയൻസിന് 5000 കോടി റേസ് ചെയ്യണം. എന്തിനും ആയിക്കോട്ടെ, ഒരു എക്സ്പാൻഷൻ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു അക്യൂസിഷനോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനോ അല്ലെങ്കിൽ അവർ ഡെറ്റ് റിഡക്ഷൻ കടം കുറയ്ക്കാനോ എന്തിനു വേണ്ടിയിട്ടോ അവർക്ക് 50,000 രൂപ റേസ് ചെയ്യണം. അപ്പോൾ അവരെന്താ, അവർ റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിക്കും. അതായത് കമ്പനിയുടെ മാനേജ്മെന്റ് തീരുമാനിക്കുകയാണ് നമുക്ക് റൈറ്റ്സ് ഇഷ്യൂവിൽ കൂടെ മതി, വേറെ ഒന്നും വേണ്ട. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ, കമ്പനിക്കും ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ എന്ന് തീരുമാനിച്ച് നമ്മൾ റൈറ്റ്സ് ഇഷ്യൂവിലേക്ക് പോകുന്നു. എന്നിട്ട് അവർ ഒരു റേഷ്യോ ഡിക്ലെയർ ചെയ്യുന്നു. റേഷ്യോ എന്ന് വെച്ചാൽ 1:15 എന്നായിരിക്കും പറയുന്നത്. അതായത് അവർ പറയുന്നത് വെച്ചാൽ 15 ഷെയർസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് വയ്ക്കുക, എനിക്ക് 15 ഷെയർസ് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലുണ്ടെങ്കിൽ എനിക്ക് ഒരു ഷെയർ റൈറ്റ് അപ്ലൈ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ഒരു റൈറ്റ് ഉണ്ട് എന്ന്. ഞാൻ പുതിയ ഷെയറിനെ എനിക്ക് മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഒരു ഡിസ്കൗണ്ടിൽ. എന്തായിരിക്കും ഡിസ്കൗണ്ട്? ഇപ്പൊ 2500 രൂപയാണല്ലോ അതിന്റെ വില, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ്. കമ്പനി ഓഫർ ചെയ്യുന്ന റൈറ്റ്സ് ഇഷ്യൂ 1250 രൂപ, ചിലപ്പോൾ 50% ഡിസ്കൗണ്ടിലായിരിക്കും. 50% വരണമെന്നില്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ 2500 മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനി എനിക്ക് ഓഫർ ചെയ്യുന്ന 50% ഡിസ്കൗണ്ട് ആയ 1250. എൻ്റെ കാറ്റഗറി എന്താണ്? 15 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം ഈ വിലയ്ക്ക് മേടിക്കാം. അപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഈ പറയുന്ന പോലെ 150 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. 150 ഷെയർ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര എണ്ണം മേടിക്കാം? 10 എണ്ണം മേടിക്കാം. 150 ഷെയർ ഉള്ളപ്പോൾ കമ്പനി എനിക്ക് ഓഫർ തരും, ഐ ക്യാൻ ബൈ 10 ഷെയർസ് അറ്റ് 1250. അപ്പോൾ എനിക്ക് ആ പൈസ കൊടുത്ത് മേടിക്കാം. ഇതാണ് റൈറ്റ്സ് ഇഷ്യൂ. അപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ഈസ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ദ കമ്പനീസ് ആൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. അത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ ആദ്യം കമ്പനി അവരുടെ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കണം. അതായത് നമുക്ക് ഫണ്ട് റൈസിങ് ആവശ്യമുണ്ട്, എത്രയാണ് ഫണ്ട് റൈസിങ് വരേണ്ടത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം, നമുക്ക് റൈറ്റ്സ് ഇഷ്യൂവിൽ കൂടെ നമുക്കത് ചെയ്യാം. അതായത് നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് തീരുമാനം. പിന്നെ എന്ന് വെച്ചാൽ അവർ റെഗുലേറ്ററി അപ്രൂവലിന് വേണ്ടിയിട്ട് സെബിയുടെ അടുത്ത് പോകും. ആ നെസസറി അപ്രൂവലൊക്കെ കിട്ടി കഴിഞ്ഞാൽ കമ്പനി അനൗൺസ് ചെയ്യുന്നത് എന്താ, നമുക്ക് ഇത്രയും ഫണ്ടാണ് റേസ് ചെയ്യേണ്ടത്, ഇത്രയൊക്കെയാണ് റേഷ്യോ, ഇതാണ് പ്രൈസ്, റൈറ്റ്സിന്റെ പ്രൈസ് ഇത്രയാണ്, ഡിസ്കൗണ്ട് ഇതാണ്, റെക്കോർഡ് ഡേറ്റ് എന്ന് ഒരു കട്ട് ഓഫ് ഡേറ്റ്, ഇതിനുള്ളിൽ നമ്മൾ മേടിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഡേയ്സ് എത്രയാണ്, 15 തൊട്ട് 30 ദിവസം വരെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി അനൗൺസ് ചെയ്യുന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അവർ ലെറ്റർ ഓഫ് ഓഫർ തരും. റൈറ്റ്സിന്റെ ഓഫർ ഷെയർ ഹോൾഡേഴ്സിനേക്ക് അയക്കും. ഷെയർ ഹോൾഡേഴ്സിന് ഒന്നില്ലെങ്കിൽ അത് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കത് വിട്ടുകളയാം. എന്നിട്ട് അതൊരു തന്നെ എക്സ്പയറി ആയിക്കോട്ടെ. മൂന്നാമതൊരു പരിപാടി ഉണ്ടോ, നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അതിന് റിനൻസിയേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, ഒന്നില്ലെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് വിട്ടുകളയുന്നു എന്നുള്ളതാണ്. നമ്മൾ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോക്കർ വഴി നമുക്കത് അപ്ലൈ ചെയ്യാം. അത് തിരിച്ച് ഈ പറയുന്ന പോലെ നമ്മുടെ ഡിമാറ്റിലേക്ക് ആ ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഷെയർസിനെ പോലെ എപ്പോൾ വേണമെങ്കിലും ഇത് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബട്ട് അഗെയിൻ ഇതിൻ്റെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ്. അത് മാത്രമല്ല EPS-ഉം, അതായത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏർണിംഗ്സിന്റെ കമ്പനിയുടെ ഏർണിംഗ്സിനും പ്രോഫിറ്റിനും മാറ്റം വരുന്നില്ലല്ലോ. എന്നാൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ EPS എന്ന് പറഞ്ഞ ഫിഗർ താഴേക്ക് വരും. അതുമാത്രമല്ല റൈറ്റ്സ് ഇഷ്യൂ എപ്പോഴും ഡിസ്കൗണ്ടിലായതുകൊണ്ട് മാർക്കറ്റിൽ ആ പ്രൈസ് ഒന്ന് താഴേക്ക് വരാനുള്ള ചാൻസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് കമ്പനികൾ അങ്ങനെ ഫണ്ട് റേസ് ചെയ്തിട്ട് നന്നായിട്ട് നടത്തി, നല്ല രീതിയിൽ എക്സ്പാൻഷനൊക്കെ നടത്തി ഒരുപാട് ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയം ടു ലോങ് ടേമിൽ ഇതൊരു ഷെയർ ഹോൾഡറിന് ബെനിഫിറ്റ് ആയിട്ടും വരാം. വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഷെയർ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് താല്പര്യപ്പെടുന്നില്ല. ബട്ട് റൈറ്റ്സ് ഇഷ്യൂ ചോദിച്ചുകൊണ്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇന്ന് കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നുള്ളത്, അത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. സുരേഷ് സാർ, നമുക്കിനി ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് തന്നെ പോകാം. ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ആലോചിച്ചാൽ നമ്മൾ അതിലൊരു കാര്യം പറയാം, ഒരു ഇൻഫർമേഷൻ ആദ്യം പറയാം. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ സാൽമോൺ ഫിഷിൽ SALMON ഈ സാൽമോൺ ഫിഷിന് ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഭയങ്കര വലിയ മാർക്കറ്റും അതിൻ്റെ കൾട്ടിവേഷനും ഒക്കെ അതിൻ്റെ ഭയങ്കര രസമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഈ സാൽമൺ മാർക്കറ്റിൻ്റെ നമ്മൾ ഓഷനിലെ, അതായത് നമ്മൾ ഈ പറയുന്ന കടലിൽ ഇതിൻ്റെ അവൈലബിലിറ്റി, അതായത് നാച്ചുറലി ബ്രെഡ്
നാച്ചുറലി ബ്രെഡ് ചെയ്ത് എടുക്കുന്ന ഈ ഫിഷിൻ്റെ അവൈലബിലിറ്റി കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതൊരു സ്റ്റഡി ആയിട്ട് തന്നെ പോവുകയാണ്. എന്നാൽ ഇതിന് വലിയൊരു ഇൻ്റർനാഷണലിൽ വലിയൊരു മാർക്കറ്റും ഉണ്ട്. അപ്പം നമുക്കിത് കൂടുതൽ ഫിഷിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള കൾട്ടിവേഷൻ അല്ലെങ്കിൽ ബ്രീഡിംഗ് മെക്കാനിസംസ് നമുക്ക് വേണം. അതാണ് ഈ സാൽമൺ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സാൽമണിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഈ കടലുകളിൽ നല്ല രീതിയിലുള്ള ഹ്യൂജ് ഫിഷിംഗ് കേജസ് ഉണ്ടാക്കും. ഈ ഹ്യൂജ് ഫിഷിംഗ് കേജസിലാണ് ഈ പറയുന്ന പോലെ സാൽമൺസിനെ നമ്മൾ ബ്രീഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്. ഈ കേജ് ഉണ്ടാക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത് സാധാരണ ഈ ഒരു ഫിഷ് ഫാം, ഈ ഫിഷ് കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫിഷ് ഫാം ആണല്ലോ. സിന്തറ്റിക് ഫൈബേഴ്സ്, വളരെ സ്പെഷ്യലൈസ്ഡ് സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ കേജ് ഉണ്ടാക്കുന്നതെന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കേജിൻ്റെ ഡയമീറ്ററൊക്കെ ചിലപ്പോൾ 200 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഡയമീറ്റർ, ചിലപ്പോൾ 60 മീറ്റേഴ്സ് ഡെപ്ത് വരെയൊക്കെ ഈ കേജിന് വരാം. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. അപ്പോൾ കടലിൻ്റെ നടുക്ക് തന്നെ കിടക്കണോണ്ട് ഈ മറ്റുള്ള എന്താ പറയുക, ഈ ഷാർക്കിൻ്റെയൊക്കെ അറ്റാക്ക് ഈ കേജിന് വരാനുള്ള ചാൻസ്. ഷാർക്ക് എസ്പെഷ്യലി ഓസ്ട്രേലിയൻ തീരങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും വന്ന് ഷാർക്ക് വന്ന് ഈ കേജിലേക്ക് വരും. അതുകൂടാതെ നമ്മളിപ്പോൾ ചിലി, സ്കോട്ട്ലൻഡ്, കാനഡ പോലുള്ള സ്ഥലത്ത് സീ ലയൺസും ഈ പറയുന്ന പോലെ ഈ കേജിലേക്ക് വരും. അവർ വന്നിട്ട് ഈ കേജിനെ ഇടിച്ചൊന്നും പൊളിക്കില്ല, അവിടെ വന്നിട്ട് ആ വെള്ളത്തിനെ അങ്ങ് വലിച്ചെടുത്തിട്ട് ഈ സാൽമണിനെയും കൂടെ അങ്ങ് വലിച്ചെടുക്കുന്നുള്ളതാണ്. അതായത് ദേ സക്ക് ദ വാട്ടർ along with that സാൽമൺസിനെയും കൂടെ വലിച്ചെടുക്കും എന്നുള്ള. അപ്പോൾ ഈ കേജ് നിർമ്മിക്കുന്ന കമ്പനികൾ അതിനകത്ത് സ്റ്റീൽ റോഡ്സ് ഒക്കെ ഇടും. സ്റ്റീൽ റോഡ്സ് ഇടുമ്പോൾ ഇതിന് വന്നിട്ട് അതിനെ ഇങ്ങനെ എന്താ പ്രസ് ചെയ്തിട്ട് വെള്ളം വലിച്ചെടുക്കാനായിട്ട് ഷാർക്കിനോ അല്ലെങ്കിൽ ഈ സീ ലയൺസിനോ പറ്റാറില്ല. ഓക്കെ, അതൊരു രീതിയിലാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ഷാർക്കൊക്കെ വന്ന് ഇതിൽ നിന്ന് സാൽമൺ തിന്നണത് കാരണം ഈ ഇൻഡസ്ട്രിക്ക് 6 തൊട്ട് 7% വരെ അണ്ടർ പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ കുറയും എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡാണ്. സാൽമൺ എന്ന് പറയുന്നത് ഗോൾഡാണ്, വലിയൊരു ബിസിനസ് കിട്ടണം. അപ്പോൾ എന്തൊക്കെ മാർഗം ഉപയോഗിച്ചും ഈ പറയുന്ന പോലെ അതിനെ എന്താ പറയുക, ആ ലോസ്, പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് മാർക്കറ്റിൽ വരുന്നത്. അതിലാണ് ഈ പറയുന്ന പോലെ ഈ കേജ്, സിന്തറ്റിക് ഫൈബർ യൂസ് ചെയ്യുന്ന കേജ്, ആ കേജിൽ തന്നെ സ്റ്റീൽ റോഡ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് വിടുന്നത്. അത് മാത്രമല്ല ചില സമയത്ത് ഈ ആൽഗയൊക്കെ ഇല്ലേ, ആൽഗയൊക്കെ വന്ന് ഇതിന്റെ സറൗണ്ടിങ്സിലൊക്കെ അടിച്ചിട്ട് ഈ ഓക്സിജൻ സപ്ലൈ കേജിനകത്തോട്ട് കുറയും. അത് ഫിഷിന് നല്ലതല്ല. അപ്പൊ ഈ ആൽഗയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ, ഈ പറയാൻ വേണ്ടിയിട്ട് ഈ കേജിന് സ്പെഷ്യൽ പോളിമറൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യും. അത് കൂടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കേജിന് ക്ലീനിങ് വേണം. ഒരുപാട് ചെളി വന്ന് അടിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ പ്രോഡക്റ്റും ഡിവൈസസും ഇൻസ്റ്റാൾ ചെയ്യുക, സെൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഷിപ്പിംഗ് കമ്പനീസിനൊക്കെ ഇതിൻ്റെ ഇൻഫർമേഷൻ അറിയും, അത് ഇത്രത്തോളം സെഡിമെന്റ്സ് വന്ന് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ക്ലീൻ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സാൽമൺസിനെ അതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്, അതിൻ്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു കേജ് വരുന്നു. കേജിനകത്ത് എന്തെല്ലാം സ്പെഷ്യലൈസേഷൻ വരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കുന്ന കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. അതൊരു ഇന്ത്യൻ കമ്പനി, അതിനകത്ത് വളരെ ഫേമസ് ആണ്. അതിൻ്റെ പേരാണ് ഗർവാറെ ടെക്നിക്കൽ ഫൈബേഴ്സ്. ഇന്ന് 3rd ജനറേഷൻ ഓൺട്രപ്രനർ, പണ്ട് തുടങ്ങിയ കമ്പനിയാണെങ്കിലും ഇന്ന് 3rd ജനറേഷൻ ആയിട്ടുള്ള വായു ഗർവാരെയാണ് അതിൻ്റെ മുന്നിൽ നിന്ന് ഈ കമ്പനിയെ നയിക്കുന്നതെന്നുള്ള അതിൻ്റെ ഇൻഡസ്ട്രിയുടെ, അതായത് ആ അവരുടെ പ്രോഡക്ട്സിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫിഷിംഗ് ആൻഡ് അക്വാകൾച്ചർ, ഇപ്പോൾ അക്വാകൾച്ചറിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, സാൽമൺസിന് വേണ്ടിയിട്ടുള്ള കേജ്, ഫിഷ് കേജ്. രണ്ടാമത് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റോഡ്സ്, ഫിഷിംഗ് കേജസ്, ഫിഷിംഗ് നെറ്റ്സ്, ഇതൊക്കെ നമുക്ക് കാണുന്നത്. അതായത് ഫിഷിങ്ങിനെ സംബന്ധിച്ചുള്ള നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഈ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന പോലെ ഗർവാറെ ടെക്നിക്കൽ ഫൈബേഴ്സ് ആണ്. അഗ്രികൾച്ചറിൽ നമുക്ക് കണ്ടു കാണാം. അതായത് നമ്മൾ ചില ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ബേർഡ്സും ഇൻസെക്ട്സും അല്ലെങ്കിൽ ഹെവി വെതറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷീറ്റ് പോലെ, നെറ്റ് പോലത്തെ ഒരു സാധനം ഇട്ട് കവർ ചെയ്യുന്നു. ഈ സ്പെഷ്യലൈസ്ഡ് നെറ്റും ഒക്കെ ഈ പറയുന്ന പോലെ ഗർവാറെ ടെക്നിക്കൽ ഫൈബേഴ്സ് ആണ്. നിങ്ങൾ സ്പോർട്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ബാഡ്മിൻ്റൺ, ടെന്നീസ്, ഫുട്ബോൾ കോർട്ടിൻ്റെ ഗോൾ പോസ്റ്റിൻ്റെ നെറ്റ് എല്ലാം ഉണ്ടാക്കുന്നത് ഇവരാണ്. എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല, പല കമ്പനികളും ഉണ്ട്. ബട്ട് ഈ ഒരു കമ്പനി അതിനകത്തുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ഫിറ്റ്നസ്സിന് നമ്മൾ ജിമ്മിലൊക്കെ ഈ റോപ്സ് ഉപയോഗിക്കില്ലേ, ആ സ്പെഷ്യലൈസ്ഡ് റോപ്സും ഇവർ ഉണ്ടാക്കുന്നതാണ്. ഈ മൗണ്ടനറിങ്, ക്ലൈംബിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഹൈക്കിങ് ഇതിനൊക്കെ പോകുന്ന, ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ക്ലൈംബിങ്ങിന് ഉപയോഗിക്കുന്ന റോപ്പും ഈ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണെന്നേ ഉള്ളൂ. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വെർട്ടിക്കലിലും ഇവർക്ക് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ ഈ പറയുന്നതാണ്, നമ്മളിപ്പോൾ ഈ ഹൈവേയിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ അപ്പുറത്ത് ഒരു റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഗർവാറെ ടെക്നിക്കൽ എന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ NS-67 ചെറുതായിട്ട് മണ്ണിടിച്ചിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആ മണ്ണിടിച്ചിൽ കണ്ടപ്പോഴാണ് ശരിക്കും ഈ സ്റ്റോക്ക് ഐഡിയെ കുറിച്ച് പോയേ എന്നുള്ള
കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ മണ്ണിടിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മളൊരു നെറ്റ് പോലെയും ഷീറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ടാർപാളിൻ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. അതും ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഈ സേഫ്റ്റി വർക്കേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റൊക്കെ ഇടില്ലേ, അതുമല്ല ആ നെറ്റും ഒക്കെ ഇവർ ഉണ്ടാക്കുന്നു എന്നുള്ള. പിന്നെ ഇവർക്ക് ഇൻഡസ്ട്രിയൽ യൂസേജ് ഉണ്ട്. അതായത് ട്രാൻസ്മിഷനുള്ള റോപ്പുകൾ, ഈ ബിൽഡിംഗ് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ടുള്ള റോപ്പുകൾ, അതായത് ഈ റോപ്പ്, കയറ്, നെറ്റ്, ഇതെല്ലാം ഇവരുടെ പ്രോഡക്ട്സ് ആണെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഈ ലോറിയിലൊക്കെ നമ്മൾ ടാർപോളിൻ പോലെ ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ കവർ ചെയ്ത് പോകുന്നത് അതും ഇവരുടെ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് എന്താ പറയുക, ഈ നമ്മുടെ ഈ കല്യാണം മറ്റുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കെട്ടാറില്ലേ, ഒരു ഷാമിയാന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാനപ്പി പോലെ, അതിൻ്റെയൊക്കെ. പിന്നെ അതുപോലെ ഈ ക്രിക്കറ്റ് പിച്ചൊക്കെ നമ്മൾ ലോട്ട്സിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്ത്, മഴ പെയ്യാൻ നേരത്ത് ഒരു 4 റോളറിന്റെ മുകളിൽ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ വെറും ഒരു ഷീറ്റ് കൊണ്ടൊന്നും നമ്മൾ മറയ്ക്കുന്ന കണ്ടിട്ടുള്ളൂ, പിച്ച് നമ്മൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. ഇതുമൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റ് വരുന്നതെന്നല്ല. പിന്നെ നമ്മൾ ബിൽഡിങ്ങിലൊക്കെ കണ്ടാണ് ഈ ബേർഡിന്റെ അറ്റാക്ക് അല്ലെങ്കിൽ പീജിയൻസ് ഒക്കെ ഫ്ലാറ്റുകളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റുകൾ. പിന്നെ ഡിഫൻസിൽ തന്നെ പാരച്യൂട്ട്, ടെന്റ്, ക്യാമഫ്ലാഷ് മെറ്റീരിയൽസ്, പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പിന്നെ ഇൻഫ്ലേറ്റബിൾ ഷെൽട്ടർ, ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് കാണുന്നില്ലേ നമ്മളിപ്പോൾ ഡെക്കാത്തലണിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണും. ഇതെല്ലാം ഇവരാണ് ഉണ്ടാക്കുന്നത്. എന്തിനാ അത് ഡിസ്ക്രീറ്റ് ലെവലിൽ പറയണേ, നമ്മളൊരു പാവ ഡോളിൻ്റെ ഹെയറും ഇവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പോളിമർ ഉപയോഗിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതാണ് ഈ ഗർവാറെ ടെക്നിക്കൽ ഫൈബേഴ്സ് തന്നെ. ഇതിനെയാണ് ടെക്നിക്കൽ ഫൈബർ ഇൻഡസ്ട്രി, അതായത് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഗവൺമെന്റ് ഓരോ സോപ്സ് ഒക്കെ പറയുമല്ലോ. അപ്പൊ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കോട്ടൺ യാൺ ഒക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് വേറൊരു കാര്യമുണ്ട്. ആ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിലാണ് ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ക്വാസി ടെക്സ്റ്റൈൽ പ്ലേ ആണ്, ബട്ട് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ആണെന്നേ ഉള്ളൂ. ഇവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, SRF ഉണ്ട്, വെൽസ്പൺ ഉണ്ട്. ഇവരൊക്കെ ഇന്ത്യയിൽ തന്നെയുള്ള വലിയ പ്ലെയേഴ്സാണ്. ഇതൊന്നും കൂടാതെ തന്നെ ഈ പറയുന്ന പോലെ ഇവർക്ക് ഇന്റർനാഷണൽ പ്ലെയേഴ്സും ഉണ്ട് ഇവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട്. ഇവർ ഫിഷിംഗ്, അക്വാകൾച്ചർ, സ്പോർട്സ്, ഏത് ഇൻഡസ്ട്രിക്ക് ഗ്രോത്ത് വന്നാലും നമ്മൾ ഈ പറഞ്ഞല്ലോ ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ട്, ലോറി ഒക്കെ വരുന്നത് ഇവർക്ക് നന്നായിട്ട് വരും. പിന്നെ നന്നായിട്ട് R&D ഇന്നോവേഷനും ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഈ സെൻസറൊക്കെ വെച്ച് ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കുന്നു, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതൊക്കെ ഇന്നോവേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 75 കൺട്രീസിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട്, ഗ്ലോബൽ റീച്ച് ഉണ്ട്. അത് മാത്രമല്ല ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഒരുപാട് ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ നല്ല രീതിയിൽ വരണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ക്രൂഡാണ്, ഇതിന്റെ റോ മെറ്റീരിയൽ, അതിന്റെ പ്രൈസ് ഇതിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ കോമ്പറ്റീഷൻസിനും ഇതിന് പ്രോബ്ലമാണ്. പിന്നെ റവന്യൂ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ കൊല്ലം 1540 കോടിയുടെ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് 230 കോടിയും ക്ലോക്ക് ചെയ്തു. 23 റുപ്യ EPS, ROC റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 25, റിട്ടേൺ ഇക്വിറ്റി 18.7, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണ് 195 കോടി. എന്നാൽ നെറ്റ് ക്യാഷ് ഫ്ലോ ചെറിയൊരു നെഗറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 313 കോടി ഇവരുടെ ബാലൻസ് ഷീറ്റിൽ കിടപ്പുണ്ട്. 8529 കോടിയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ഏത് പ്രൈസിൽ? 860 റുപ്പീസ് എന്നുള്ള മാർക്കറ്റ് ക്യാപ്പിൽ. ഫേസ് വാല്യൂ 1 ആണ്. അടുത്ത കാലത്ത് ഒരുപാട് ബോണസ് വന്നു. അല്ല, ഫേസ് വാല്യൂ 10 റുപ്പീസ് ആണ്. ഫേസ് വാല്യൂ 10 റുപ്പീസിൽ തന്നെ അവർ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ള 860 രൂപയാണ് അതിന്റെ ഒരു ഷെയർ പ്രൈസിന്റെ വില. അപ്പൊ ഇത് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ എന്നല്ല. നിങ്ങൾ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിനെ കണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു വെക്കുന്നു ജാസ്മിൻ. ഏതായാലും നമ്മുടെ സ്പോട്ട്ലൈറ്റിന്റെ സ്റ്റോക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫാൻ ബേസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. എവിടെ നിന്നൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് ഐഡിയ കൊണ്ടുവരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.